പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊളസ്ട്രോൾ പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഇന്ന് കൂടി വരികയാണ്. പക്ഷേ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ ഏതാണ്ട് 70% നമ്മുടെ കരളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി 30% നമുക്ക് ഭക്ഷണത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്നുള്ളൂ. പക്ഷേ ഈ 30%-ൽ ഏതെല്ലാം കൊഴുപ്പുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്നതാണ് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിനെ കൂട്ടുന്ന പ്രധാന ഘടകം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ കൂടുതൽ ഉയരുന്നത്, അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആരോഗ്യ സംബന്ധമായ ഒത്തിരി അറിവുകൾ അതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പിൻ്റെ ചില പ്രത്യേകതകളാണ്. അതായത് പൂരിത കൊഴുപ്പ് കൂടുതലടങ്ങിയ ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതാണ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാൻ പ്രധാന കാരണമാകുന്നത്. കൊഴുപ്പ് പലതരത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂരിത കൊഴുപ്പ് ഉണ്ട്, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് തുടങ്ങി പലതരത്തിലുള്ള കൊഴുപ്പുകളുണ്ട്. പലതരത്തിലുള്ള നല്ല കൊഴുപ്പുകളുമുണ്ട്, അതുപോലെ തന്നെ ചീത്ത കൊഴുപ്പുകളുമുണ്ട്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം ചീത്ത കൊഴുപ്പാണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെ പൂരിത കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടുതലെത്തുമ്പോൾ അതിൽ നിന്നും നമ്മുടെ കരൾ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ട്രൈഗ്ലിസറൈഡ് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായി ഭക്ഷണത്തിൽ കൂടി നമ്മുടെ ശരീരത്തിലെത്തിയാൽ നമ്മുടെ ട്രൈഗ്ലിസറൈഡ് ലെവലും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ലെവലും ഉയരും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെ പൂരിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ നിലവാരം കൂടാതെ സംരക്ഷിക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും കൊളസ്ട്രോൾ നോക്കി വളരെ വലിയ ഫിഗറുമായിട്ടാണ് പലപ്പോഴും ഡോക്ടർമാരുടെ അടുക്കൽ എത്താറുള്ളത്. പക്ഷേ എന്തുകൊണ്ട് അവരുടെ കൊളസ്ട്രോൾ കൂടി എന്ന് പലർക്കും അത് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ രക്തത്തിൽ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന പൂരിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ്. അപ്പോൾ ഏതെല്ലാം ഭക്ഷണ സാധനങ്ങളിലാണ് ഈ പൂരിത കൊഴുപ്പ് കൂടുതലുള്ളത്? ഏറ്റവും പ്രധാനം റെഡ് മീറ്റാണ്, അതായത് ബീഫ്, മട്ടന്, പോർക്ക്. ഇവയിലൊക്കെ പ്രോട്ടീൻ ധാരാളം ഉണ്ടെങ്കിലും ഇവയിലൊക്കെ പൂരിത കൊഴുപ്പ് കൂടുതലാണ്. പിന്നെ മറ്റ് ഭക്ഷണ സാധനങ്ങളിലും പൂരിത കൊഴുപ്പ് കൂടുതലായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മിൽക്ക്, അതുപോലെ തന്നെ ചീസ് മുതലായ മിൽക്ക് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ചില ഓയിൽസ് ഉണ്ട്, അതായത് കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ. ഇവയിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട്. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ നമ്മളൊരു മിതത്വം പാലിക്കണം. എങ്കിൽ നമുക്ക് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ നിലവാരം ഉയരാതിരിക്കുവാൻ വളരെയധികം സഹായിക്കും. പിന്നെ പൂരിത കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാകാം. ഈ പൂരിത കൊഴുപ്പ് കൂടുതലടങ്ങിയാൽ അത് നമ്മുടെ ട്രൈഗ്ലിസറൈഡ് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളായ LDL എന്നിവയെ ഉയർത്തുന്നത് കൂടാതെ ഇവയിൽ ധാരാളം കൊളസ്ട്രോളും അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് മുട്ടയെടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരുവിൽ കൊളസ്ട്രോൾ ധാരാളമുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിച്ചാലും നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ കൂടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ കൊളസ്ട്രോൾ കുറവുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ കൊളസ്ട്രോൾ ഒരു കണിക പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആനിമൽ സോഴ്സാണ് കൊളസ്ട്രോൾ കൂട്ടാൻ പ്രധാനമായിട്ടും കാരണമാകുന്നത്. അപ്പോൾ സസ്യഭക്ഷണങ്ങൾക്ക് മുൻതൂക്കം നൽകുകയാണ് നമുക്ക് കൊളസ്ട്രോൾ അധികം നമ്മുടെ ശരീരത്തിൽ ചെല്ലാതിരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒരു മിതത്വം പാലിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോൾ കൂടുതലടങ്ങിയ ഭക്ഷണ സാധനങ്ങളിലും ഒരു മിതത്വം പാലിക്കുക. ഇവ രണ്ടും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ ഉയരാതെ സംരക്ഷിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. രക്തത്തിലെ കൊളസ്ട്രോൾ ഉയരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദയാഘാതം, സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളിൽ നിന്നും അത് സംരക്ഷണവും നൽകും. അപ്പോൾ ഈ വിവരം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.